ആ പത്രം പുറത്തിറങ്ങിയ ദിവസം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക കൂടി കയ്യിൽ കരുതി. ആ പ്രകടന പത്രിക അവരെ കാണിച്ചു, ഈ പത്ര വാർത്തയും കാണിച്ചു, ഈ പറഞ്ഞ പേജ് അതെടുത്തു, ആ പേജിലെ ഗണ്ണിക പറഞ്ഞ ഗണ്ണിക എടുത്തു. പോരാലോ, വായിക്കണ്ടേ? അത് വായിച്ചു. എവിടെയും പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്കില്ല. ആ ഗണ്ണികയിലല്ല, ഈ പറഞ്ഞ പ്രകടന പത്രികയിൽ ഒരിടത്തുമില്ല. എന്തു പറ്റി? എവിടെയാണ് കോൺഗ്രസ്? സംഘപരിവാർ മനസ്സിനോടൊപ്പം ഒട്ടി നിൽക്കാൻ ഇതിൽ പരം വൈഭവം വേറെ ഉണ്ടാവൂ? എന്താണ് അവസ്ഥ? ഏതായാലും കള്ളി വെളിച്ചത്തായി. അപ്പോൾ പിന്നെ ശരിയായ രീതിയിൽ നമ്മുടെ KPCC പ്രസിഡന്റിനെ ചുമതല വഹിക്കുന്ന UDF കൺവീനറുണ്ട്, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് പ്രകടന പത്രിക ഉൾപ്പെടുത്താൻ മനസ്സില്ല, അതിന് നിങ്ങൾക്ക് എന്ത് വേണം? ശരി, നല്ലത്, അതങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ആ പറഞ്ഞതാണ് ശരി. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു, ഈ തെലങ്കാനയിലെ UAPA ഒരു കരിനിയമം, അത് കൂടുതൽ കരിനിയമമാക്കുന്നു. ആ കരിനിയമം എതിർക്കേണ്ടതല്ലേ? കോൺഗ്രസ് ആരെ കൂടെ നിന്നു? BJPയുടെ കൂടെ നിന്നു. ഈ നിയമങ്ങളെല്ലാം എന്തിനു കൊണ്ടുവന്നു എന്ന് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടോ ഇന്ത്യയിൽ? ഇതാണ് കോൺഗ്രസ്. ഈ 18-അംഗ സംഘം കേരളത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നത്തിൽ കേരളത്തോടൊപ്പം നിന്നോ? കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അർഹതപ്പെട്ടതെല്ലാം നിഷേധിക്കുകയായിരുന്നല്ലോ. ഖമ എന്നൊരക്ഷരം കേന്ദ്ര ഗവൺമെന്റിനെതിരെ പാർലമെന്റിൽ ശബ്ദിച്ചോ? ഞങ്ങൾ സംസ്ഥാന സർക്കാർ 2 തവണ MP-മാരോട് ആവശ്യപ്പെട്ടു അവരുടെ കോൺഫറൻസിൽ, നിങ്ങൾ സംയുക്തമായി ധനമന്ത്രിയെ കാണണം. സമ്മതിച്ചു, തയ്യാറായില്ല. 2ാമത്തെ തവണ നിവേദനം ഒപ്പിടാൻ വേണ്ടി ചെന്നപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾ ഒപ്പിടാം, പക്ഷെ ഒരു വാചകം എഴുതണം. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇതിനെല്ലാം ഇടയാക്കിയത്. എങ്ങനെയുണ്ട്? കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന വിവേചനം, കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണന, അതിനെതിരെയാണ് നിവേദനം. ആ നിവേദനത്തിൽ പറയണം, ഇതൊന്നും നിങ്ങളുടെ കുഴപ്പമല്ല, ഞങ്ങളുടെ സംസ്ഥാനത്തൊരു സർക്കാരുണ്ട്, ആ സർക്കാർ കാണിക്കുന്ന പിടിപ്പുകേട് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന സമീപനമല്ലേ ഈ 18-അംഗ സംഘം എടുത്തത്? എല്ലാ ഘട്ടത്തിലും BJP സർക്കാരിനോടൊപ്പമല്ലേ അവർ നിന്നത്? കേരളത്തിന് എതിരായ നിലപാടല്ലേ സ്വീകരിച്ചു പോയത്? ഇതാണ് നാം കാണേണ്ടത്. സുപ്രീം കോടതിയിൽ കേരളം പോയല്ലോ. എത്രയാ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം കിട്ടാതാക്കിയത്? സുപ്രീം കോടതി മുൻപാകെ സംസ്ഥാനം കണക്കവതരിപ്പിച്ചു. 1,07,500 കോടിയിൽ പരം രൂപ ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് കേരളത്തിന് കിട്ടേണ്ടിയിരുന്നത് കിട്ടാതാക്കി. നമ്മുടെ കേസ്, ആ കേസിൽ വാദം കേൾക്കുമ്പോൾ ഇപ്പം കിട്ടേണ്ടിയിരുന്നൊരു പണമുണ്ട്, അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്നു. അവസാനം കോടതി, സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇത് ന്യായമായും കേരളത്തിന് അവകാശപ്പെട്ടതല്ലേ? ആദ്യം നിങ്ങൾ ആ 13,000 കോടിയിൽ പരം രൂപ കേരളത്തിന് അനുവദിക്കൂ. അപ്പോഴാണ് അനുവദിക്കുന്നത്. അർഹതപ്പെട്ട പണം ലഭിക്കുന്നതിന് സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വരുന്നു. പിന്നെയും കേസിന്റെ വാദം തുടരുന്നു. പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറയുന്നു കേരളത്തിനെതിരെയാണ് സുപ്രീം കോടതിയുടെ വിധിയെന്ന്. ആണോ?
ആ വാദം കേട്ട സുപ്രീം കോടതി പറയുന്നു, കേരളം ഉന്നയിച്ചിട്ടുള്ളത് വളരെ ഗൗരവമായ വിഷയമാണ്. ഞങ്ങൾ, അതായത് സുപ്രീം കോടതി, ഇതേവരെ കടക്കാത്ത മേഖലയാണിത്. ഇത് കേരളം ഉന്നയിച്ചത് സാമ്പത്തിക ഫെഡറലിസത്തിൻ്റെ പ്രശ്നമാണ്. സുപ്രീം കോടതി ഇതേവരെ വ്യക്തത വരുത്താത്ത പ്രശ്നമാണത്. അതുകൊണ്ട് തന്നെ വിശദമായ വാദം ഇത് കേൾക്കണം. അതിനായി ഈ പ്രശ്നം 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു. കേരളത്തിൻ്റെ വാദം അംഗീകരിക്കുകയാണ് ചെയ്തത്. സുപ്രീം കോടതിയുടെ നിലപാട് ഇവിടുത്തെ 18 അംഗ സംഘത്തിനും കോൺഗ്രസിനും UDF-നും മുഖത്തേറ്റ അടിയല്ലേ? ഇതല്ലേ നമ്മൾ കാണേണ്ടത്? BJPക്ക് കേരള വിരുദ്ധ സമീപനം ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരെ നാട് അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് അവർക്കൊരു വിരോധമുണ്ട്. ഇവർക്കെന്താണ് വിരോധം? ഇവർ നാടിനെ പ്രതിനിധീകരിച്ചല്ലേ അവിടെ പോയിട്ടുള്ളത്. പക്ഷെ ഇവർക്കും കേരള വിരുദ്ധ സമീപനം, ഈ 18 അംഗ സംഘത്തിനും കോൺഗ്രസിനും UDF-നും കേരള വിരുദ്ധ സമീപനം വന്നിരിക്കുന്നു. ഇത് നമ്മുടെ നാടാകെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? ഈ കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരെ അംഗീകരിക്കാനാവില്ല. അതിനെതിരെയുള്ള ശക്തമായ നിലപാടിൽ കേരളം എത്തുന്നു. നമ്മുടെ കേരളത്തിലെ എല്ലാ പാർലമെൻ്ററി മണ്ഡലങ്ങളും എടുത്താൽ കാണുന്നൊരു കാഴ്ച, ഈ എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ LDF അനുകൂല തരംഗം അലയടിച്ചുയരുന്നു എന്നതാണ്. ഇതാണിന്ന് കേരളത്തിലെ യാഥാർത്ഥ്യം. ഈ ഘട്ടത്തിലാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ, സഖാവ് എളമരം കരീമിനെ, ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി LDF നിർത്തിയിരിക്കുന്നത്. സഖാവ് എളമരം കരീമിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ദീർഘകാലത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ ഉടമ, വിവിധ രംഗങ്ങളിൽ, സംഘടനാ രംഗത്തും ഭരണരംഗത്തും സാമൂഹ്യ രംഗത്തും എല്ലാം നല്ല മികവും പാഠവും കാണിച്ച രാഷ്ട്രീയ നേതാവ്. അദ്ദേഹത്തെ ഈ മണ്ഡലം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പൂർണ്ണമായി നെഞ്ചേറ്റിക്കഴിഞ്ഞു. ഒരു കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. നല്ല തെളിമയുള്ള നിലപാട്, ആശയത്തിൽ പൂർണ്ണ വ്യക്തത, അതാണ് എളമരം കരീമിൻ്റെ എല്ലാ കാലത്തെയും പ്രത്യേകത. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളായാലും സംസ്ഥാന വിഷയങ്ങളായാലും ഈ മണ്ഡലത്തെ ബാധിക്കുന്ന വിഷയങ്ങളായാലും തെളിമയോടെ വ്യക്തതയോടെ അവതരിപ്പിക്കാൻ സഖാവ് എളമരം കരീമിന് കഴിയും. അത്തരമൊരു പ്രതിനിധിയാണ് തങ്ങൾക്ക് ആവശ്യം എന്ന് ജനങ്ങളാകെ കരുതുന്നു. ഈ ഘട്ടത്തിൽ എളമരം കരീമിൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം, അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ കോഴിക്കോടിൻ്റെ പ്രതിനിധിയായി സഖാവ് എളമരം കരീമിനെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം.